അച്യുതൻ, പാകിസ്ഥാനിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ വരുന്നുണ്ടല്ലോ. അച്യുതൻ അതിൽ പ്രധാനപ്പെട്ട ചില അപ്ഡേറ്റ് നൽകുന്നുണ്ടല്ലോ. എന്താണ് അച്യുതൻ ഏറ്റവും ഒടുവിൽ നമുക്ക് കിട്ടുന്ന വിവരം അവിടെ നിന്നും? വിജയകുമാർ, അത്തരം ചില വിവരങ്ങൾ ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട സ്ഥിരീകരണം പാകിസ്ഥാന്റെ ഭരണകൂടമോ മറ്റാരും തന്നെ നടത്തിയിട്ടില്ല. ഈ പാകിസ്ഥാൻ എയർ ഡിഫൻസ് യൂണിറ്റ്സ് ഓഫ് ഹെഡ്ക്വാർട്ടേഴ്സ് 9 എയർ ഡിഫൻസ് മിസൈൽ ലോഞ്ചസ് ഹാവ് സഫേർഡ് ഹെവി ഡാമേജ്, വൻ നാശനഷ്ടം ആ മേഖലയിൽ ഉണ്ടായി എന്ന വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. അതായത് വലിയ രീതിയിൽ ഒരു ആക്രമണം ഈ മേഖലയിൽ ഉണ്ടായി എന്ന ചില വിവരങ്ങൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ അതിന് ഔദ്യോഗിക സ്ഥിരീകരണം പാകിസ്ഥാൻ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. മറ്റേതെങ്കിലും തരത്തിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ലാഹോറിലാണോ കറാച്ചിയിലാണോ ഈ പാകിസ്ഥാന്റെ ഈ എയർ ഡിഫൻസ് യൂണിറ്റിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് 9? വിജയകുമാർ, അത് സംബന്ധിച്ചുള്ള സ്ഥിരീകരണങ്ങൾ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കൃത്യമായി അതിപ്പോൾ നമുക്ക് പറയാൻ കഴിയില്ല. അതിനുള്ള വിവരങ്ങൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നിലവിൽ ഇപ്പോൾ ഈ പാകിസ്ഥാൻ എയർ ഡിഫൻസ് യൂണിറ്റിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് 9 എയർ ഡിഫൻസ് മിസൈൽ ലോഞ്ചർ, അതായത് ഇതുമായി ബന്ധപ്പെട്ട മിസൈൽ വിക്ഷേപണവുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിന് നേരെയാണ് ഈ ഒരു ആക്രമണം ഉണ്ടായിരിക്കുന്നത്. അത് വലിയ നാശനഷ്ടം ഇവിടെ ഉണ്ടാക്കി എന്ന വിവരങ്ങൾ കൂടി റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പാകിസ്ഥാനിൽ നിന്നും പുറത്തു വരുന്നത്. പക്ഷേ ഇത് സ്ഥിരീകരിക്കാൻ അല്ലെങ്കിൽ ഭരണകൂടം ഇത് സംബന്ധിച്ചുള്ള ഒരു സ്ഥിരീകരണം നൽകിയിട്ടില്ല എന്നതാണ് മനസ്സിലാക്കുന്നത്. ഏതെങ്കിലും അല്ലെങ്കിൽ ഇത് ആരാണ് നടത്തിയത് എന്നുള്ള ഒരു തരത്തിലുള്ള വിവരങ്ങളും ഈ ഘട്ടത്തിൽ ഇപ്പോൾ പുറത്തു വന്നില്ല. പക്ഷേ വൻ നാശനഷ്ടമുണ്ടായി എന്നത് ഇപ്പോൾ അത്തരം വിവരങ്ങൾ, അത്തരം റിപ്പോർട്ടുകൾ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. മറ്റൊന്ന്, ഇന്ത്യ ഈ പാകിസ്ഥാൻ്റെ വ്യാജ പ്രചരണങ്ങൾക്കെതിരെ അല്ലെങ്കിൽ അതിനെതിരെ ഇപ്പോൾ ഇന്ത്യ ഒരു തീരുമാനം കൈക്കൊണ്ടിരിക്കുകയാണ്. അത് ജനങ്ങളോടാണ് അത് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതായത് ഏതെങ്കിലും തരത്തിൽ പാക് സ്പോൺസേഡ് ആയിട്ടുള്ള വ്യാജ പ്രചരണങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് റിപ്പോർട്ട് ചെയ്യാൻ കൂടി ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ അത് ശ്രദ്ധാപൂർവം നിരീക്ഷിക്കണം. അതിൽ സംശയാസ്പദമായിട്ടുള്ള ഉള്ളടക്കമുള്ള ഏതെങ്കിലും തരത്തിലുള്ള പോസ്റ്റുകളോ അല്ലെങ്കിൽ ഇന്ത്യൻ സായുധ സേനയെ പറ്റിയിട്ടുള്ള ഏതെങ്കിലും വ്യാജ പോസ്റ്റുകളോ ശ്രദ്ധയിൽപ്പെട്ട് കഴിഞ്ഞാൽ അത് കൃത്യമായി റിപ്പോർട്ട് ചെയ്യാൻ ആണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. PIBയുടെ ഫാക്ട് ചെക്ക് വിഭാഗത്തിനാണ് റിപ്പോർട്ട് ചെയ്യേണ്ടത്. ഇതിനായി വാട്സപ്പ് നമ്പരും അതുപോലെ തന്നെ ഒരു മെയിൽ ID-യും ഇപ്പോൾ പുറത്തു വിട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. അതിലൂടെ ഇത് റിപ്പോർട്ട് ചെയ്യണം. കാരണം ഈ വ്യാജ പ്രചാരണങ്ങളിലൂടെ രാജ്യത്തിനകത്ത് ഭീതി പടർത്തുക, വിശ്വാസ്യത തകർക്കുക, അങ്ങനെയുള്ള ഒരുപാട് ലക്ഷ്യങ്ങൾ പാകിസ്ഥാൻ ഇതുമായി ബന്ധപ്പെട്ട് ലക്ഷ്യമിടുന്നുണ്ട്. അത് തകർക്കുക എന്നതാണ്. അതിനായി എല്ലാവരും ജാഗ്രത പുലർത്തണമെന്നു കൂടിയാണ് ഇപ്പോൾ നിർദ്ദേശിച്ചിരിക്കുന്നത്. വിജയകുമാർ. യെസ്, വളരെ പ്രധാനപ്പെട്ട വിവരമാണ് ഈ പാകിസ്ഥാനിൽ നിന്ന് വരുന്നത്. അവിടെ പരക്കെ എന്ന് വെച്ചാൽ വിവിധ നഗരങ്ങളിൽ, പ്രധാനപ്പെട്ട നഗരങ്ങളിലൊക്കെ സ്ഫോടന പരമ്പരകൾ ഉണ്ടായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ അച്യുതൻ സൂചിപ്പിച്ചതും ചില പാകിസ്ഥാൻ മാധ്യമങ്ങൾ നൽകുന്ന ഒരു റിപ്പോർട്ടാണ്. അതിൽ പാകിസ്ഥാൻ്റെ എയർ ഡിഫൻസ് യൂണിറ്റിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അതിൽ അവർക്ക് വലിയ നാശനഷ്ടം ഉണ്ടായി എന്ന് പറയുന്നു. പക്ഷേ അവിടെ എന്താണ് സംഭവിച്ചതെന്നത് ഈ റിപ്പോർട്ടുകളിൽ വ്യക്തമല്ല. അവിടെ അവരുടെ മിസൈൽ ലോഞ്ചിങ് സംവിധാനത്തിനൊക്കെ തകരാറ് പറ്റുന്ന തരത്തിൽ എന്തോ അവിടെ സംഭവിച്ചിട്ടുണ്ടെന്ന് മാത്രമാണ് ഈ ഘട്ടത്തിൽ വരുന്നത്. അവിടെയും ഡ്രോൺ സ്ട്രൈക്ക് അതാണ് വരുന്നത്. അവിടെയും ഡ്രോൺ സ്ട്രൈക്കാണ്. അതേത് നഗരമാണ് എന്നുകൂടി ചെക്ക് ചെയ്യേണ്ടതുണ്ട്. എന്തായാലും പാകിസ്ഥാൻ മീഡിയ ഈ വിവരങ്ങൾ നൽകുന്നുണ്ട്. പാകിസ്ഥാൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ടത് അതാണ്. പാകിസ്ഥാൻ്റെ എയർ ഡിഫൻസ് യൂണിറ്റിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് 9 ആ ഹെഡ്ക്വാർട്ടേഴ്സിൽ ഡ്രോൺ സ്ട്രൈക്ക് നടന്നു എന്നാണ് പറയുന്നത്. ആരാണ് ഈ ഡ്രോൺ ആക്രമണങ്ങൾക്ക് പിന്നിലെന്ന് ഒരു സ്ഥിരീകരണവും പാകിസ്ഥാനില്ല. അവർ ക്ലെയിമുകളൊന്നും വെച്ചിട്ടില്ല. സ്ഫോടനങ്ങൾ നടക്കുന്നുണ്ട്, ചില ഡ്രോണുകൾ വെടിവെച്ചിട്ടു എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇത് എവിടുന്ന് വന്നു എന്നൊന്നും ആർക്കും അറിയില്ല. നിരീക്ഷണ ഡ്രോണാണ് എന്ന് നേരത്തെ പറയുന്നു. പക്ഷേ അതിൽ സ്ഫോടക വസ്തുക്കൾ ഉണ്ടായിരുന്നു എന്ന് പിന്നീട് ലാഹോർ പോലീസ് പറയുന്നു. ഈ നിരീക്ഷണ ഡ്രോണുകളിൽ എങ്ങനെയാണ് ഹെവിയായ സ്ഫോടക വസ്തുക്കൾ വെക്കുക എന്നും നമുക്കറിയില്ല. പക്ഷേ ഏറ്റവും ഒടുവിൽ വരുന്നത് പാകിസ്ഥാൻ്റെ എയർ ഡിഫൻസ് യൂണിറ്റിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സ് 9-ൽ ഒരു ഡ്രോൺ ആക്രമണം ഉണ്ടായിരിക്കുന്നു. അവിടെ സഫേർഡ് ഹെവി ഡാമേജ് എന്ന വിവരം കൂടി വരുന്നുണ്ട്.